നമ്മളിപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇനി മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4 തന്നെ മൂവിങ് ലോഡ്സും ഇൻഫ്ലുവൻസ് ലൈനും ആണ്. ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ 1 കിലോ ന്യൂട്ടൺ ലോഡ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ലോഡ് നമ്മുടെ ബീമിൻ്റെ ത്രൂ ഔട്ട് ദി സ്പാനിൽ, നമുക്ക് ബീമേ ഉള്ളൂ, ഫ്രെയിംസ് ഇല്ല, ബീമയിൽ പഠിക്കാവുള്ളൂ. ബീമിൻ്റെ ത്രൂ ഔട്ട് ദി സ്പാൻ നമ്മൾ മൂവ് ചെയ്താൽ, ഒരു ലോഡ് മൂവിങ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഷിയർ ഫോഴ്സ്, റിയാക്ഷന്, മൊമെൻറ്റ് അതിനെയൊക്കെ എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നുള്ള ഡയഗ്രമാണ് ഇൻഫ്ലുവൻസ് ലൈൻ. അപ്പം നമ്മൾ മൂവിങ് ലോഡും ഇൻഫ്ലുവൻസ് ലൈനുമാണ് നമ്മൾ ഈ മോഡ്യൂളിൽ നോക്കാൻ പോകുന്നത്. K2 നോട്ട്സ് അല്ല, നമ്മൾ ടെക്സ്റ്റ് ആണ് ഫോളോ ചെയ്യാൻ പോകുന്നത്. ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഡെറിവേഷൻ നിങ്ങൾക്ക് ചോദിക്കില്ല, അനാലിസിസ് ചോദിക്കത്തുള്ളൂ. ലൈക്ക് അത് വെച്ചിട്ട് അനലൈസ് ചെയ്യാൻ പ്രോബ്ലമേ ചോദിക്കൂ. സോ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ലൈക്ക് അതാണ് മോർ ഇമ്പോർട്ടൻറ്റ്, ഡെറിവേഷൻ അല്ല. സോ ഡെറിവേഷൻ വെറുതെ നമ്മൾ പഠിച്ച സമയങ്ങളുടെ ആവശ്യമില്ല, ജസ്റ്റ് ഓരോ കോർഡിനേറ്റ്സ് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ 1 കിലോ ന്യൂട്ടൺ ലോഡ് ത്രൂ ഔട്ട് ദ സ്പാനിലുണ്ട്. അത് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എങ്ങനെ, ഇതിപ്പോൾ മൊമെൻറ്റിൻ്റെ ചേഞ്ചിൻ്റെ ഡയഗ്രാമാണ് ഈ വരച്ചിരിക്കുന്നത്. നമുക്ക് എന്തായാലും ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യന് മുന്നേ ആദ്യം ഞാൻ ഫോർമുലാസ് ഒക്കെ പറഞ്ഞുതരാം, പഠിക്കേണ്ട ഡയഗ്രാംസ് പറഞ്ഞുതരാം. ഐ വുഡ് പ്രിഫർ ഞാനിപ്പം പറയാൻ പോകുന്ന കോർഡിനേറ്റ്സ് അതിൻ്റെ ഡയഗ്രാമും ഒരു പേപ്പറിൽ വരച്ച് വെച്ചിട്ട്, ലൈക്ക് ഞാനിപ്പോൾ ഫുൾ ഫോർമുലാസ് പറയും. ആ ഫോർമുലാസ് എന്തൊക്കെയാണ് ജസ്റ്റ് ഞാൻ ഫിഗർ കാണിച്ചു പോകത്തേ ഉള്ളൂ. ഞാൻ ഈ PDF അയച്ചു തന്നതും, അപ്പോൾ ഇത് അതിൽ കയറിയിട്ട് എന്തൊക്കെയാണ് എന്ന് ഇത് തന്നെ നോക്കി അപ്പം എഴുതിയാലും മതി. പോസ് ചെയ്തിട്ട് എഴുതി വെക്കുക ഒരു പേപ്പറിൽ, എന്നിട്ട് കണക്ക് ചെയ്യാനിരിക്കുക, എന്നാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. ഇല്ലെങ്കിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് സ്ക്രോൾ, അല്ലെങ്കിൽ പിന്നെ തിരിച്ച് ബാക്കിൽ പോകേണ്ടി വരും. എന്തായാലും യു ഹാവ് ടു സ്റ്റഡി ദ ഡയഗ്രാം. ഇതിൽ ഡയഗ്രാം മാത്രമാണ് ഇപ്പോൾ ആദ്യം പഠിക്കേണ്ടത്. ലൈക്ക് ഇവിടെ ഫോർമുലയ്ക്ക് പകരം നമ്മൾ ഡയഗ്രാമാണ് പഠിക്കുന്നത്. അപ്പം നമുക്ക് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ട്, ഓവർ ഹാങ്ങിങ് ബീം ഉണ്ട്, ഡബിളി ഓവർ ഹാങ്ങിങ് ബീം ഉണ്ട്. അപ്പം സിംപ്ലി സപ്പോർട്ടഡ് ബീമിന് ഒരു യൂണിറ്റ് ലോഡ് ത്രൂ ഔട്ട് ദ ബീം ആഡ് ചെയ്താൽ, ഈ ഒരു പേജ് ഇച്ചിരി ക്ലിയർ അല്ല, കുറച്ചും കൂടെ വേണമെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ ഈ പേജ് ഒന്നുകൂടെ എടുത്ത് അയച്ചു തരാം. RA എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ അറ്റ് A. ഇത് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. അല്ല മാക്സിമം കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 1. ഇനി RBയുടെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോകും. അവിടെയും ടോട്ടൽ കോർഡിനേറ്റ് 1 എന്ന് വരും. ഇനി ഷിയർ ഫോഴ്സ് ഡയഗ്രാം, അതാണ് FCയുടെ ഇൻഫ്ലുവൻസ് ഡയഗ്രാം ഇങ്ങനെ ഇരിക്കും. വേർ C ആണ് ഒരു പോയിന്റ് വേർ ഇറ്റ് ചേഞ്ചസ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഷിയർ ഫോഴ്സ് മാറി പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ആവും. നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ആവുന്ന സമയത്ത് അതിൻ്റെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ Z/L-ഉം, പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ആകുമ്പം L-Z/L ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഈ A to Bയിൽ നമ്മുടെ ലോഡ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പം ഈ ഒരു പെർട്ടിക്കുലർ സമയത്ത്, ഇപ്പോൾ ഇത് AC-യുടെ നടുക്ക് ഈ ഒരു പോയിന്റ്, ഇപ്പം ഈ ഒരു പോയിന്റിൽ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു പോയിന്റിൽ ഷിയർ ഫോഴ്സ് എത്രയായിരുന്നു, ഇവിടെ ലോഡ് വരുമ്പോൾ ഉള്ള ഷിയർ ഫോഴ്സ് എത്രയെന്ന് ചോദിച്ചാൽ ഈ ഒരു ഡിസ്റ്റൻസ്, ഒരു മിനിറ്റ്, ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ആ പോയിന്റിൽ ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ഈ ഒരു പോയിന്റ് ഇവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു ഇങ്ങനെ ഇതിപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയില്ലായോ, ഈ ഒരു ഹൈറ്റ് ആണ് ആ പെർട്ടിക്കുലർ സ്ഥലത്തെ ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. അതുപോലെ C എന്ന് പറഞ്ഞ പോയിന്റിൽ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ C എന്ന് പറഞ്ഞ പോയിന്റിൽ നെഗറ്റീവ് ചോദിച്ചാൽ Z/L-ഉം പോസിറ്റീവ് ചോദിച്ചാൽ L-Z/L. L എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് ഫ്രം A to B, ആൻഡ് Z എന്ന് പറഞ്ഞാൽ A to C വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ഈ ഫിഗർ ഇങ്ങനെ പഠിക്കണം, നമ്മൾ ഈ കോർഡിനേറ്റും പഠിക്കണം, ഈ Z/L-ഉം L-Z/L-ഉം. ബിക്കോസ് ഈ ഫോർമുലയും ഈ ഫിഗറുമാണ് നമുക്ക് ആവശ്യം നമ്മുടെ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാൻ. ഓക്കെ,
നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മൊമെന്റ്. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ മൊമെന്റിന്റെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രം തന്നെ ഇങ്ങനെ വരും. ആൻഡ് മാക്സിമം ഓർഡിനേറ്റ് തന്നെ ഇസഡ് ഇൻറ്റു എൽ മൈനസ് ഇസഡ് ബൈ എൽ. അതിന്റെ ഡെറിവേഷൻ ആണ് ഈ കിടക്കുന്നത്. അത് നമുക്ക് ആവശ്യമില്ല. എന്നാൽ പ്രോബ്ലം അത് നമുക്ക് കണക്ക് അങ്ങനെ ചോദിക്കില്ല. നമ്മൾ ആ ഫിഗറും കോർഡിനേറ്റ്സും മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇനി ഓവർ ഹാങ്ങിങ് ബീം. ഓവർ ഹാങ്ങിങ് ബീം എന്ന് തന്നെ അതെ എയുടെ അവിടെ ഹിഞ്ച്ഡ് ആണ്, ബിയുടെ അവിടെ റോളർ സപ്പോർട്ട് ഉണ്ട്, പിന്നെ സി ബി സി എന്ന് പറയുന്നത് എക്സ്ട്രാ ഓവർ ഹാങ്ഡ് പോർഷൻ ആണ്. ഇസഡ് എന്ന് പറയുന്നത് എ ബിനെ നമ്മളിപ്പോൾ ഈ ഓവർ ഹാങ് ഇവിടെ കൺസിഡർ ചെയ്തില്ല. അപ്പൊ എ ബി എന്ന് പറയുന്നത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ് അല്ലേ. അപ്പൊ അതിൽ സെൻറ്റർ പോയിന്റ് അല്ലെങ്കിൽ മാക്സിമം ബെൻഡിങ് മൊമെന്റോ ഷിയർ ഫോഴ്സ് പോസിറ്റീവ് നെഗറ്റീവ് മാറുന്ന പോയിന്റോ അതുവരെയാണ് സെഡ്. ഇസഡ് എന്ന് പറയുന്നത് എ ബിയുടെ ലെങ്ത് അല്ല. ഓവർ ഹാങ്ങിങ്ങിന്റെ ലെങ്ത് നമ്മൾ എ ആയിട്ടും അതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ Z1 ആയിട്ടും എടുക്കും. Z1 എന്നല്ല, ഈ എ ബി എന്നൊരു സ്ഥലത്ത് ബെൻഡിങ് മൊമെന്റ് മാക്സിമം ആവുന്ന സെക്ഷൻ എന്നാണ് പറയുന്നത്. ഒന്നുമില്ല, ഓവർ ഹാങ്ങിന് ഒരു ഫിഗർ ഉണ്ട്, അത് നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ലൈക്ക് ആർ എ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ സപ്പോർട്ട് അറ്റ് എ. ആർ എയുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രം എന്ന് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. എയുടെ സ്ഥലത്ത് മാക്സിമം കോർഡിനേറ്റ് 1, സിയുടെ സ്ഥലത്ത് -A/L. ഇതൊക്കെ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. കാരണം പ്രോബ്ലംസ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഇനി ILF-RB എന്ന് ചോദിച്ചാൽ ഇങ്ങനെ വരും. ഇതാണ് ഫിഗർ. സിന്റെ അവിടെ L+A/L ഉം BC = 1 ഉം. ILD അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ചോദിച്ചാൽ ആദ്യം A to B വരെ സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. അപ്പൊ നേരത്തെ സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ ഡയഗ്രാം ഏതാണോ അത് തന്നെ വരയ്ക്കുക. പിന്നെ ഈ ഒരു പോർഷൻ ആക്ച്വലി കാൻഡിലിവർ പോർഷൻ ആണ്. കാൻഡിലിവർ നിങ്ങളുടെ സിലബസിലില്ല, പക്ഷെ സ്റ്റിൽ ഓവർ ഹാങ് ഉണ്ട്. അപ്പം ഇവിടെ വരുന്നത് A/L, ഇതും നെഗറ്റീവ് ആണ്. ഇത് ഒരു സ്ഥലം ശ്രദ്ധിക്കുക, നിങ്ങളുടെ സ്പാനിന്റെ താഴെ വരുന്ന നെഗറ്റീവും മുകളിലുള്ള പോസിറ്റീവ് വാല്യൂസും ആണ്. ഇതാണ് ഷിയർ ഫോഴ്സിന്റെ ഒരു സൈഡിൽ ഓവർ ഹാങ് ബീം വരുമ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. പിന്നെ രണ്ട് സൈഡും ഇനി മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് ഓവർ ഹാങ്ങിങ് വരുമ്പം മൊമെന്റ് ഡയഗ്രാം ഇതാണ്. A to B എപ്പോഴും സാധാ സിംപ്ലി സപ്പോർട്ട് എന്താണോ അത്. ജസ്റ്റ് ദാറ്റ് ഈ വാലില്ലേ ബി സിക്ക് താഴോട്ടൊരു ട്രയാങ്കിൾ വരച്ചു കൊടുത്താൽ മതി. ഇത് A/L ഇൻറ്റു ഇസഡ്, ഇത് A/L. ഇത് ബേസിക്കലി ഫോഴ്സ് ആണ്. ഈ ഫോഴ്സ് ഇൻറ്റു കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് ചെയ്യുന്നതാണ് മൊമെന്റ് എന്ന് പറഞ്ഞ മൊമെന്റ് ഓഫ് ദ ILD. ഓക്കെ, ഇനി FE എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് അറ്റ് ദാറ്റ് ഓവർ ഹാങ്. ഇത് മൊമെന്റ് അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ ഓവർ ഹാങ്. ഓക്കെ, ഡെറിവേഷൻ നമുക്ക് ആവശ്യമില്ല. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇൻഫ്ലുവൻസ് ലൈൻ ഓഫ് W ഓവർ ഹാങ്ഡ് ബീം. ഇതാണ് W ഓവർ ഹാങ്ഡ് ബീമിന്റെ RA, RB. ഇതൊക്കെ ഫോർമുലാസ് ആണ്. ആക്ച്വലി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മെജോറിറ്റിയും സിംപ്ലി സപ്പോർട്ടിന് ചോദിക്കൂ. ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ അതിൽ നിന്നാണ്. ഐ ഗസ് ഒരെണ്ണം മാത്രം സിംഗിളി ഓവർ ഹാങ്ങിങ് ചോദിച്ചിട്ടുള്ളൂ. എൻ്റെ കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഈ ഫിഗേഴ്സ് അറിഞ്ഞാൽ ചെയ്യാവുന്നുള്ളൂ. കോൺസെപ്റ്റ് എല്ലാം സെയിം തന്നെയാണ്. എന്നാൽ സിംപ്ലി സപ്പോർട്ട് പ്രോപ്പറായി പഠിച്ചേക്കണം. മെജോറിറ്റി പ്രാവശ്യം അതിൽ നിന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഇതടുത്തത് ILD ഫോർ FE ആൻഡ് ILD ഫോർ ME. ഈ ഫിഗേഴ്സ് ഇതൊക്കെ ഒന്ന് വരച്ചൊരു പേപ്പറിൽ വെച്ചേക്കണേ. ഓക്കെ, ആൻഡ് നൗ ഡെറിവേഷൻ നമുക്ക് ആവശ്യമില്ല. ഇനി യൂസ് ഓഫ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം. നമ്മൾ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം കണ്ടുപിടിച്ച് എന്തിനാ? നമുക്കൊരു പെർട്ടിക്കുലർ സെക്ഷന്റെ ബെൻഡിങ് മൊമെന്റ്, ഷിയർ ഫോഴ്സ് ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഒരു സ്പാൻ എടുത്തു. അതിൽ W1, W2, W3, W4 അങ്ങനെ 4 ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ബീമിന്റെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരച്ചു. നമുക്ക് നേരത്തെ തന്നെ അറിയാം, ഡയഗ്രാം ഒക്കെ വരച്ചു. L-A/L ഉം ഇങ്ങനെ A/L. സി എന്ന് പറഞ്ഞ പോയിന്റിലാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് നെഗറ്റീവും പോസിറ്റീവും ഒറ്റയടിക്ക് വരുന്നത്. നമ്മളത് വരച്ചു. W1, ഈ W1 എന്ന് പറയുന്നത് A ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറിയിട്ടായിരിക്കില്ലേ, ആ പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറിയിട്ട് ഉള്ള കോർഡിനേറ്റ് ഏതാണ്? Y1. W2ന് കറസ്പോണ്ടിങ് ആക്ട് ചെയ്യുന്നതാണ് Y2. W3ക്ക് കറസ്പോണ്ടിങ് ആക്ട് ചെയ്യുന്ന Y3. W4ന് കറസ്പോണ്ടിങ് ആക്ട് ചെയ്യുന്നത് Y4. എന്ന് പറയുമ്പോൾ W4 ലോഡ് വരുമ്പോൾ ഇവിടെ ഉള്ള ഷിയർ ഫോഴ്സ്
ആണ് ഈ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഈ A to W1 ഉള്ള ഡിസ്റ്റൻസ് ആണ് ഈ A to Y1 കോർഡിനേറ്റ് വരെയുള്ള ഈ ഡിസ്റ്റൻസ് കേട്ടോ. ആ ലോഡിന്റെ കറസ്പോണ്ടിങ് എത്രയാണ് ഡിസ്റ്റൻസിലാണ് ഇതെല്ലാം ഇരിക്കുന്നത്. അതുപോലെ തന്നെയാണ് മൊമെന്റിന്റെ കോർഡിനേറ്റ്സ്. ഇത് ജസ്റ്റ് y1 y2 y3 y4 അത് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇതെല്ലാം A to W1 വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. A to W2 വരെയുള്ള ഡിസ്റ്റൻസ് ആണ് AC എന്ന് പറയുന്നത്. AC ആക്ച്വലി ഇവിടെയാണ്, ഇതൊരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, y2 വരെ. അതുപോലെ A to C വരെയുള്ള ഡിസ്റ്റൻസ് തന്നെയാണ് ഈ AC എന്ന് പറഞ്ഞാൽ y0 താഴെ വരെ വരുന്നത്. അപ്പം നമുക്ക് ഈ കോർഡിനേറ്റ്സ് അറിയാം, ലൈക്ക് L-A/L ഉം A/L ഉം അറിയാം, ഈ YC അറിയാം, Z into L-A/L. നമ്മൾ നേരത്തെ പഠിച്ചതാണ്, നേരത്തെ ഞാൻ ഇപ്പോൾ കാണിച്ചു, ഞാൻ പറഞ്ഞ ഒരു പേപ്പറിൽ എഴുതി വെക്കാൻ അതിൻ്റെ കോർഡിനേറ്റ് ആണ് നമുക്കറിയാം. അപ്പം ഈ ഒരു കോർഡിനേറ്റ് അറിയാം, താഴെയുള്ള ഈ ഡിസ്റ്റൻസസും അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ y1 y2 y3 y4 ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു പ്രൊസീജിയറാണ്. കണക്കിലോട്ട് പോകുമ്പോൾ ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യും, അപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പം കണക്കിലോട്ട് അനപ്പം ഇല്ലെങ്കിൽ വെറുതെ കൺഫ്യൂഷൻ ആവും. എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ യൂസ് എന്ന് പറയുന്നത് ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഷിയർ ഫോഴ്സ് അറ്റ് സി അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അറ്റ് സി എന്ന് പറഞ്ഞാൽ ഷിയർ ഫോഴ്സ് അറ്റ് FC എന്ന് പറയുന്നത് ഓരോ ലോഡും കാരണമുണ്ട് W into Y1 പ്ലസ് ഇവിടുത്തെ ഫോം W into Y2 പ്ലസ് W into Y3 പ്ലസ് W4 into Y4. MCയുടെയും W1 into Y1 ഡാഷ് പ്ലസ് W2 into Y2 ഡാഷ് പ്ലസ് W3 into Y3 ഡാഷ് പ്ലസ് W4 into Y4 ഡാഷ്. ഇതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം നമുക്ക് എങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതെപ്പോഴാ കോൺസെൻട്രേറ്റഡ് ലോഡ് വരുമ്പോഴാണ് കറക്റ്റ് ലോഡ് ഇൻറ്റു ആ കോർഡിനേറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത് കോൺസെൻട്രേറ്റഡ് ലോഡ് വരുമ്പോൾ. ഇതുപോലെ UDL ആണ് വരുന്നതെങ്കിൽ UDL ഏത് തൊട്ട് ഏത് വരെ ഉണ്ടോ, ലൈക്ക് ഇപ്പം ഇവിടെയാണ് ഇത് തൊട്ട് ഇതുവരെ UDL ഉണ്ട്. ദാറ്റ് മീൻസ് ഇൻഫ്ലുവൻസ് ഡയഗ്രത്തിൽ ഇത് തൊട്ട് ഇതുവരെ അതിൻ്റെ ഇടയിലുള്ള ഷെയ്ഡഡ് ഏരിയ എടുക്കണം. മറ്റ് നമ്മൾ ലോഡിൻ്റെ കോർഡിനേറ്റ് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ ലോഡ് ഇൻറ്റു ഈ ഏരിയ ചെയ്യണം. മൊമെന്റിലും അത് തന്നെയാണ്, ഷിയർ ഫോഴ്സ് ആയാലും മൊമെന്റ് ആയാലും UDL വരുമ്പോൾ നമ്മൾ ഏരിയ എടുക്കണം. ഓക്കെ, ഇനി നമുക്ക് യൂസ് ഓഫ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം. ഡിറ്റർമൈൻ ദ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഓഫ് സെക്ഷൻ C ഇൻ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം യൂസിങ് ഫിഗർ 5.1. അപ്പം ഇതാണ് നമ്മുടെ ഫിഗർ. ഇനി ഇതിൽ നമുക്ക് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വെച്ചിട്ട് ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ് അറ്റ് സെക്ഷൻ C കണ്ടുപിടിക്കണം. സെക്ഷൻ C എന്ന് പറഞ്ഞാൽ Z. നമ്മുടെ ഏത് സ്ഥലം വരെയാണ് ഏത് സ്ഥലത്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, അതാണ് നമ്മുടെ Z എന്ന് പറഞ്ഞാൽ. ഇപ്പം നമുക്ക് C വരെ കണ്ടുപിടിക്കണം. അപ്പോൾ A തൊട്ട് C വരെ ഉള്ളതാണ് നമ്മുടെ Z, അല്ലെങ്കിൽ അത് 4 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് L ആണ് 14 മീറ്റർ. നമുക്ക് ലോഡും UDLും എല്ലാം ഉണ്ട്. അപ്പോൾ ടോട്ടൽ FC എന്ന് പറഞ്ഞാൽ ഈ 40 ഇൻറ്റു നമ്മൾ ഷിയർ ഫോഴ്സ് വരയ്ക്കുമ്പോൾ അവിടുത്തെ കോർഡിനേറ്റ് പ്ലസ് ഈ UDLില്ലേ, ഈ UDLയുടെ 10 ഇൻറ്റു അത്ര ഇത് തൊട്ട് D തൊട്ട് E വരെയുള്ള ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൻ്റെ ഏരിയ പ്ലസ് ഈ 60 ഇൻറ്റു അതിന് താഴെയുള്ള കറസ്പോണ്ടിങ് കോർഡിനേറ്റ് 80 ഇൻറ്റു Gൻ്റെ താഴെയുള്ള കറസ്പോണ്ടിങ് കോർഡിനേറ്റ്. ഓക്കെ, ഇതാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം എന്ന് പറയുന്നത്. നമ്മളിത് വരച്ചു, AB അതിന് കറസ്പോണ്ടിങ് എല്ലാം വരച്ചു. ഇനി ഈ കോർഡിനേറ്റ് നമുക്കറിയാം L-Z/L ആണ് അല്ലേ. ഇത് മൊമെന്റിൻ്റെ ആണ്. ഓക്കെ, ഇതിൻ്റെ ചെയ്തിട്ടില്ല ടെക്സ്റ്റിൽ, എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ് എന്ന് പറയുന്നത് L-Z/L ആണ് അല്ലെ. നമുക്ക് ടോപ്പ് കോർഡിനേറ്റ് അറിയാം, പേപ്പറിൽ ഇപ്പോൾ തന്നെ എഴുതി വെച്ചിട്ടില്ല ഓൾറെഡി, അല്ല എടുത്ത് നോക്കുക. ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് കോർഡിനേറ്റിന് L-Z/L ഇത് Z/L ആണ്. അപ്പോൾ നമുക്ക് ഇതറിയാം, ഈ ടോട്ടൽ ഡിസ്റ്റൻസും അറിയാം. നമുക്കിപ്പോൾ ഇവിടെ ഒരു പേര് കൊടുക്കാം. ഇതിന് ഞാൻ Z എന്ന് പേര് കൊടുത്തു. വേണ്ട, Z വേണ്ട, നമുക്ക് വേറൊരു പേര് കൊടുക്കാം. വൈയും ഇവിടെ ഓൾറെഡി ഉണ്ട്, നമുക്ക് W എന്ന് പേര് കൊടുക്കാം ഈ ഒരു പോയിന്റിന്. ഞാൻ ഇവിടെ ഇതിന് N എന്ന് പേര് കൊടുത്തു. അപ്പോൾ ട്രയാങ്കിൾ WCB is similar to triangle
REB അല്ലേ? ട്രയാങ്കിൾ WCB is similar to triangle REB. നമുക്ക് CB ഡിസ്റ്റൻസ് അറിയാം, EB ഡിസ്റ്റൻസും അറിയാം അല്ലേ? സിൻ്റെ ഇൻ്റെ ഒക്കെ നമുക്ക് സ്ഥലം അറിയാം, അപ്പോൾ നമുക്ക് EB CB ഒക്കെ അറിയാം, ഡിസ്റ്റൻസ് അറിയാം. ഇത് 5/7 ആണെന്ന് പറയാം. എന്നാൽ സിമിലർ ട്രയാങ്കിളുടെ പ്രോപ്പർട്ടിയിൽ സുഖമായിട്ട് നമുക്ക് ഈ കോർഡിനേറ്റ് കണ്ടുപിടിച്ചൂടെ y2? എങ്ങനെയാണ്? സിമിലർ ട്രയാങ്കിൾസ് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ എങ്ങനെ എടുക്കുന്നതെന്ന്. എന്നാലും ജസ്റ്റ് ഒന്ന് റഫായിട്ട് പറഞ്ഞുതരാം. 5/7 by ECB is equal to y2 by EB. അതിൽ y2 നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെയാണ് നമ്മൾ ഇവിടെ y2ഉം y3ഉം y4 അങ്ങനെ ഓരോ കോർഡിനേറ്റ്സ് നമ്മൾ സിമിലർ ട്രയാങ്കിളുടെ പ്രോപ്പർട്ടി വെച്ചാണ് കണ്ടുപിടിക്കുന്നത്. ബിക്കോസ് നമുക്ക് ഇതറിയാം, ഈ ഒരു കോർഡിനേറ്റ് നമുക്ക് അറിയാം, അത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി അത്രയും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ലോഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എങ്ങനെയാ? ആദ്യം എന്താ, ഡീൻ്റെ അവിടെയുള്ള ലോഡ് കണ്ടുപിടിക്കണം. ഡീൻ്റെ അവിടെ 40 × 1/7 താഴെയാണ്, അതുകൊണ്ട് നെഗറ്റീവ്, അതുകൊണ്ട് -40 × 1/7. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ UDL ആണ്. അപ്പം അതെവിടെ തൊട്ടാ? D തൊട്ട് E വരെ. അപ്പം D തൊട്ട് E വരെ ഷെയർ ചെയ്യണം, കാരണം അതിൻ്റെ ഉള്ള ഏരിയ വേണം എടുക്കാൻ. അപ്പം ആദ്യം 10 ആദ്യം -10 ബിക്കോസ് ഇത് നെഗറ്റീവ് ആണ്. -10 × ഏരിയ ഓഫ് ദിസ് ട്രപ്പീസിയം +10, പിന്നെ എല്ലാം അങ്ങോട്ട് പോസിറ്റീവ്, +10 × ഏരിയ ഓഫ് ദിസ് ട്രപ്പീസിയം. അപ്പം നമുക്ക് UDLൻ്റെ കഴിഞ്ഞു. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്, 2 എണ്ണം. നെക്സ്റ്റ് ഈ 60 kN താഴെയുള്ള ഓർഡിനേറ്റും 80 kN ഓർഡിനേറ്റും ആഡ് ചെയ്താൽ മതി. അപ്പോൾ 60 × 3/7 +80 × 2/7. അതാണ് ദേ ഇവിടെ ലാസ്റ്റ് ചെയ്തേക്കുന്നത്. അതാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് അറ്റ് FC എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മൊമെന്റും നേരത്തെ പറഞ്ഞ സെയിം പ്രിൻസിപ്പിൾ. നമ്മൾ മൊമെന്റിന്റെ ഡയഗ്രാം വരയ്ക്കുന്നു, മൊമെന്റിന്റെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരയ്ക്കുന്നു. ഈ YC എന്ന് പറയുന്നത് Z × L - Z/L ആണ്. അത് വെച്ചിട്ട് നമുക്ക് YC ഇത് കിട്ടും. YC അറിയാം, DCയും AD അറിയാം. അങ്ങനെയാണെങ്കിൽ Y1 നമുക്ക് സിമിലർ ട്രയാങ്കിൾ വെച്ച് കണ്ടുപിടിക്കാം. ഇങ്ങനെ നമ്മൾ ഓരോ കോർഡിനേറ്റ്സും സിമിലർ ട്രയാങ്കിൾ വെച്ചാണ്, അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. കണ്ടുപിടിക്കും, ഓരോ കോർഡിനേറ്റ് സിമിലർ ട്രയാങ്കിൾ വെച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇൻറ്റു കറസ്പോണ്ടിങ് ലോഡ് ചെയ്താൽ മതി. UDL വരുമ്പോൾ ഈ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ ആഡ് ചെയ്യണം. അതാണ് ഇവിടെ ഇപ്പോൾ ചെയ്തേക്കുന്നത്. ഇതാണ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രത്തിൽ. ഇത്ര സിമ്പിൾ പ്രോബ്ലം ചോദിക്കത്തുള്ളൂ. ഇങ്ങനെ ഒരു ലോഡ്, ഇത്രയും കുറച്ച് ലോഡ് എല്ലാം കൂടെ തരും, എന്നിട്ട് ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാൻ പറയും അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ്. ഇതാണ് യൂസ് ഓഫ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇനി മൂവിങ് ലോഡ്സിലോട്ട് പോവാണ്. ഇപ്പം ഞാൻ ഇത്രയും നേരം പറയുന്നത് കോൺസെൻട്രേറ്റഡ് ലോഡാണ്. മൂവിങ് ലോഡ്സ് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ നോക്കാം.